ജൂലൈ 15 കൈത്താക്കാലം 2-ാം ഞായർ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. ഇതേ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം പറഞ്ഞ വിചിന്തനം യൂട്യൂബിൽ ലഭ്യമാണ്. യൂട്യൂബ് തുറന്നിട്ട് ജേക്കബ് നാലുപറയിൽ എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ സുവിശേഷ വിചിന്തനങ്ങളുടെ ഒരു നിര തന്നെ വരും. അതിൽ തീയതിയോ കാലമോ നോക്കി കൃത്യമായിട്ട് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ വിചിന്തനം കണ്ടെത്താവുന്നതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ 2 വിരുദ്ധമായ മനോഭാവങ്ങളാണ്, സമീപന രീതികളാണ് ഈശോ തന്നെ അവതരിപ്പിക്കുന്നത്, അവൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും. ശ്രദ്ധിക്കേണ്ടത് 1-ാമത്തെയും 2-ാമത്തെയും വചനം ഒന്ന് വായിക്കണം. ചുങ്കക്കാരും പാപികളുമെല്ലാം അവനെ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടൊത്ത് ഭക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിരുദ്ധമായ 2 സമീപനത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് പാപികളാണ്. അല്ലെങ്കിൽ മുന്നോട്ടു പോകുമ്പോൾ ഈശോ പറയുന്ന ഉപമയിൽ കാണാതെ പോയ ആടാണ്, അല്ലെങ്കിൽ കാണാതെ പോയ നാണയമാണ്, അല്ലെങ്കിൽ വഴി പിഴച്ചു പോയ 2-ാമത്തെ പുത്രനാണ്. ഈ പാപികളോടുള്ള സമീപനം എന്തായിരിക്കണം? അതാണ് ഇന്നത്തെ പ്രമേയം തന്നെ. ഫരിസേയര് പുലർത്തുന്ന ഒരു സമീപനമുണ്ട്. നിയമത്തിൻ്റെ സമീപനമാണത്, പഴയ നിയമത്തിൻ്റെ സമീപനമാണത്, കർശനമായ നിയമസംഹിതയുടെ സമീപനമാണത്. എന്നാൽ ഈശോ പുലർത്തുന്ന സമീപനം അതിന് വിരുദ്ധമാണ്. അത് നഷ്ടപ്പെട്ട ആടിനെ 99നെയും ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആട്ടിടയൻ്റെ മനോഭാവമാണത്. 9 നാണയങ്ങൾ കയ്യിലുള്ളത് ഇട്ടിട്ട് നഷ്ടപ്പെട്ട ഒരെണ്ണത്തിൻ്റെ പിറകെ പോകുന്ന സ്ത്രീയുടെ മനോഭാവമാണത്. ധൂർത്തപുത്രനെ സ്വീകരിക്കുന്ന അപ്പൻ്റെ ഭാവമാണ് അത്. അതുകൊണ്ട് ഈ 2 വിരുദ്ധ സമീപനങ്ങളെയും മനോഭാവങ്ങളെയും നമ്മൾ വേർതിരിച്ചറിയണം. ഫരീസയരുടെയും പഴയ നിയമത്തിൻ്റെയും സമീപനം, ഈശോയുടെ സമീപനം. പാപികളോടുള്ള സമീപനത്തിൽ കേരളത്തിലെ കത്തോലിക്കാ സഭയ്ക്ക് വീണ്ടും നമ്മുടെ ഇന്നത്തെ നിലപാടുകൾ വിലയിരുത്താനുള്ള ഏറ്റവും നല്ല അവസരമാണിത്. അതായത് ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്കും ക്രിസ്തുവിൻ്റെ സമീപനത്തിലേക്കും തിരിച്ചു പോവുക. പാപികളെക്കുറിച്ചുള്ള ഈശോയുടെ സമീപനം സാംശീകരിക്കുക എന്നതാണ് സഭ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാപിയോടുള്ള ഈശോയുടെ സമീപനം വളരെ വ്യക്തമായിട്ട് പുറത്തു വരുന്ന മറ്റൊരു സന്ദർഭമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിലാണത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തുമ്പോഴുള്ള ഈശോയുടെ പ്രതികരണമാണ്. അതിനെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ തന്നെ ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി, ദൈവത്തിൻ്റെ പേര് കാരുണ്യമെന്ന പുസ്തകത്തിൽ എഴുതുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം എഴുതുന്നു, ഈശോ പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലെറിയുക. എന്നിട്ട് ഈശോ കുനിഞ്ഞിരുന്ന് ചൂണ്ടുവിരൽ കൊണ്ട് പൂഴിമണ്ണിൽ എഴുതാൻ തുടങ്ങി. മാർപ്പാപ്പ എഴുതുന്നു, ചിലർ പറയുന്നു ഈശോ എഴുതിയത് വേദപണ്ഡിതരുടെയും ഫരിസയരുടെയും പാപങ്ങൾ ആയിരുന്നെന്ന്. മുന്നോട്ട് പോകുമ്പോൾ പാപ്പ വിശദീകരിക്കുക, വ്യഭിചാരിണിയെ കല്ലെറിയണമെന്നതായിരുന്നു മോശയുടെ നിയമം. എന്നാൽ പാപിനിയോട് കരുണ കാണിക്കാൻ വേണ്ടി കല്ലെറിയണമെന്ന മതനിയമത്തിന് പുറത്തേക്ക് ഈശോ കടക്കുന്നു, അതിനെ അതിലംഘിക്കുന്നു. അങ്ങനെ അവളെ അവളുടെ ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് രക്ഷിക്കുന്നു. മാർപ്പാപ്പ തുടരുന്നു, ഇതാണ് ഈശോയുടെ രീതി. പാപികളെ അവൻ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. നീതി നിഷ്കർഷിക്കുന്ന ശിക്ഷാവിധിയുടെ കാഠിന്യത്തിൽ നിന്ന് അവൻ പാപിയെ കരുണാപൂർവം പ്രതിരോധിക്കുന്നു. മാർപ്പാപ്പ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് തിരികെ പോകാൻ നമ്മളെ ക്ഷണിക്കുകയാണ്. അതായത് പാപ്പ പറയുന്നത്, പാപിനിയോട് കരുണ കാണിക്കാൻ വേണ്ടി കല്ലെറിയണമെന്ന മോശയുടെ നിയമത്തിനപ്പുറത്തേക്ക് ഈശോ കടക്കുകയാണ്. അർത്ഥം, നിയമം കർക്കശമായിട്ട് പാലിക്കുന്നത്, നിയമത്തിലേക്ക് ശ്രദ്ധിക്കുന്നത്, പാപത്തിലേക്ക് ശ്രദ്ധിക്കുന്നത്, പാപത്തിൻ്റെ വകതിരിവുകളിലേക്ക് ശ്രദ്ധിക്കുന്ന മനോഭാവം ഫരിസയരുടെ മനോഭാവമാണ്. അത് പഴയ നിയമത്തിൻ്റെ മനോഭാവമാണ്. അതാണ് ഈശോ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നും മാറിയിട്ട് ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക്, നിയമത്തെ അതിലംഘിക്കാൻ കഴിയുന്നിടത്താണ് ദൈവത്തിൻ്റെ കാരുണ്യം ആരംഭിക്കുന്നത്. അതിലേക്ക് വളരാനാണ് ഈശോ തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ആവശ്യപ്പെടുന്നത്.
പാപത്തോടും പാപികളോടുമുള്ള സമീപനത്തിൽ നമ്മൾ സംശീകരിക്കുകയും ശ്രദ്ധയിൽ എപ്പോഴും നിലനിർത്തുകയും ചെയ്യേണ്ട കാര്യം വെളിവാക്കുന്ന വചനങ്ങളുണ്ട്. 4 വചനം, 100 ആടുകളുണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ നിങ്ങളിൽ ആരാണ് 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അടുത്ത കഥയിൽ ഈശോ പറയുന്നത്, അത് കണ്ടുകിട്ടുവോളം അവധാനപൂർവം അന്വേഷിക്കാത്ത സ്ത്രീ ആരാണ്? കണ്ടുകിട്ടുവോളമാ അന്വേഷിക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ 20 വചനത്തിൽ ഈശോ പറയുന്നത്, ദൂരെ വെച്ചു തന്നെ പിതാവ് അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന്. ദൂരെ വെച്ചു തന്നെ കാണുകയാണ്. അതായത് കണ്ടുകിട്ടുവോളം അന്വേഷിക്കുന്നു, കണ്ടുകിട്ടുവോളം തേടിപ്പോകുന്നു, ദൂരെ വെച്ചു തന്നെ കാണുന്നു. ഇതാണ് ദൈവത്തിൻ്റെ ഭാവം. ഈ ഭാവം തിരിച്ചറിയുക, അതായത് ഞാൻ ദൈവത്താൽ അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ്, ഇരിക്കുന്നവളാണ് എന്ന തിരിച്ചറിവിലേക്ക് വരാനാണ് ഈശോ എന്നോടും നിങ്ങളോടും പറയുന്നത്. പോരാ, ഈ ഒരു മനോഭാവത്തിലേക്ക് വളരണം. അല്ലാതെ കൃത്യമായിട്ട് നിയമത്തെയും അതിൻ്റെ വിഭാഗങ്ങളെയും ഉപവിഭാഗങ്ങളെയും ശ്രദ്ധിച്ച് ശിക്ഷയിലേക്കും കുറ്റബോധത്തിലേക്കും വളർത്തുന്നിടത്തല്ല ക്രിസ്തുവിൻ്റെ മനോഭാവം. അത് ഫരിസേയരുടെ മനോഭാവമാണ്, പഴയ നിയമത്തിൻ്റെ സങ്കല്പമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിലെ ക്രൈസ്തവ ആത്മീയതയിൽ ഇന്ന് വളർന്നു വരുന്ന മനോഭാവം ഏതാണ്? ക്രിസ്തുവിൻ്റെ പാപികളോടുള്ള മനോഭാവമാണോ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്? അതോ ഫരിസേയരുടെയും പഴയ നിയമത്തിൻ്റെയും പാപത്തിൻ്റെയും അതിൻ്റെ ശിക്ഷകളിലേക്കും ശ്രദ്ധിക്കുന്ന മനോഭാവമാണോ വളർത്തിയെടുക്കുന്നത്? ഫ്രാൻസിസ് പാപ്പ ക്ഷണിക്കുന്നത് തിരിച്ച് ഒരു പോക്കിന് തന്നെയാണ്. ധൂർത്തപുത്രൻ്റെ കഥയിലെ പിതാവിൻ്റെ ഈ മനോഭാവത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ എഴുതുന്നത് ശ്രദ്ധിക്കണം. നിവർത്തിപ്പിടിച്ച കരങ്ങളുമായി മക്കളെ കാത്തു നിൽക്കുന്ന പിതാവാണ് ദൈവം. നമ്മുടെ തിരിച്ചുവരവും പ്രതീക്ഷിച്ച് എന്നും ചക്രവാളത്തിൽ കണ്ണും നട്ട് തമ്പുരാൻ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം തുടരുന്നു, അകലെ വെച്ച് തന്നെ അപ്പൻ മകനെ കണ്ടു. ധൂർത്തപുത്രന് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അവൻ പാപങ്ങൾ ഏറ്റുപറയുന്നതിന് മുമ്പ് തന്നെ പിതാവ് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ കാരുണ്യം. ഈ നിയമത്തെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് വളരാനാണ് ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒന്ന്, സഭയും ക്രിസ്തു ശിഷ്യരും ഈ മനോഭാവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെയും ആത്മീയ ജീവിതത്തിൻ്റെയും ശ്രദ്ധയൊന്ന് മാറ്റിപ്പിടിക്കണം. പാപത്തിലേക്കല്ല ശ്രദ്ധ വെക്കേണ്ടത്, പകരം പാപികളോടുള്ള തമ്പുരാൻ്റെ കാരുണ്യം അനുഭവിക്കുന്ന, നിയമത്തെ അതിലംഘിക്കുന്ന കാരുണ്യം അനുഭവിക്കണം. ആ കാരുണ്യം പകർന്നു കൊടുക്കുന്നവരായി മാറണം. അല്ലാതെ കുറ്റബോധവും ശിക്ഷയും പകർന്നു കൊടുക്കുന്നവരാകരുത്. അതുതന്നെയാണ് ഈശോ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം പാപമോചനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വക്താക്കളായിട്ട് നിൽക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ക്രിസ്തുവിൻ്റെയും തമ്പുരാൻ്റെയും ഹൃദയകാരുണ്യം വെളിപ്പെടുത്തുന്ന മാധ്യമങ്ങളായിട്ട് മാറേണ്ടവരാണ് നമ്മൾ. പക്ഷേ ആ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുകൂടി പാപ്പ പറയുന്നുണ്ട്. ഒരു വൈദികൻ കുമ്പസാരിപ്പിക്കാനിരിക്കുമ്പോൾ ആദ്യം സ്വന്തം പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അതേ തുടർന്ന് ദൈവത്തിൻ്റെ ഹൃദയം പോലെ കരുണാർദ്രമായ ഒരു ഹൃദയം ലഭിക്കാനായി കർത്താവിനോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് ആർദ്രതയോടെ കുമ്പസാരം കേൾക്കണം. എന്നിട്ട് അദ്ദേഹം തുടരുന്നു, കുമ്പസാരക്കാരൻ പാപമോചനം ലഭിക്കേണ്ട ഒരു പാപിയായതിനാൽ പാപമോചനത്തിനു വരുന്ന പാപിയുടെ നേർക്ക് അയാൾ ആദ്യത്തെ കല്ല് എറിയരുത്. വീണ്ടും പാപ്പ പറയുന്നു, കുമ്പസാരക്കൂട് പീഡനമുറിയാക്കരുതെന്ന് വൈദികരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറിച്ച് ദൈവകാരുണ്യത്തെ കണ്ടുമുട്ടാനുള്ള അവസരവും സ്ഥലവുമായി കുമ്പസാരം മാറണം. അതായത് ഫരിസേയരുടെയും പഴയ നിയമത്തിൻ്റെയും മനോഭാവത്തിലേക്ക് നമ്മൾ അബദ്ധത്തിൽ ചെന്ന് പെടരുത് എന്ന് തന്നെയാണ് പാപ്പ പറയുന്നത്. മറിച്ചോ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്കും ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്കും വളരുകയും അതിനെ രണ്ടിനെയും പകർന്നു കൊടുക്കുന്ന മാധ്യമങ്ങളായി മാറുകയും ചെയ്യണം. നമുക്ക് വന്നു ഭവിക്കാവുന്ന ചില പിഴവുകളെ കൂടി പാപ്പ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചില വൈദികർക്ക് കുമ്പസാരത്തിനിടയ്ക്ക് അതിരുവിട്ട ജിജ്ഞാസ ഉണ്ടാകാം. അവരുടെ കൗതുകം ചിലപ്പോഴൊക്കെ രോഗാതുരമായെന്നും വരാം. അതിനാൽ കുമ്പസാരക്കാർ കുമ്പസാരത്തിനിടയിൽ
ചോദ്യങ്ങൾ ചോദിക്കരുത്. പിന്നെയോ മുൻകൂട്ടി തയ്യാറാക്കി വന്ന ധൂർത്തപുത്രന്റെ സംസാരം ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടുത്തിയ പിതാവിനെ പോലെയാകണം കുമ്പസാരക്കാർ. അദ്ദേഹം തുടരുന്നു, പറയുന്നത് കുമ്പസാരക്കാരൻ കേൾക്കുക എന്നതാണ് പ്രധാനം, അല്ലാതെ കുമ്പസാരിക്കാൻ വരുന്നവനെ ചോദ്യം ചെയ്യുകയല്ല വേണ്ടത്. പീഡിപ്പിക്കുന്നതിനുള്ള മുറിയല്ല കുമ്പസാരക്കൂട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. ചുരുക്കത്തിൽ ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെടുന്നത് കുമ്പസാരം എന്ന മാധ്യമം, അതായത് പാപികളോടുള്ള സമീപനം, അതിൽ നമ്മൾ തിരികെ പോകേണ്ടതും ആർജിച്ചെടുക്കേണ്ടതും ക്രിസ്തുവിൻ്റെ മനോഭാവവും ക്രിസ്തുവിൻ്റെ രീതിയുമാണ്. അല്ലാതെ ഫരിസേയരുടെ നിയമത്തിലേക്കും പാപത്തിലേക്കും ശ്രദ്ധിക്കുന്ന മനോഭാവം അരുത്. നിയമത്തെയും പാപത്തെയും ഫോക്കസ് ചെയ്യുന്ന പഴയ നിയമത്തിൻ്റെ രീതി അരുത്. പകരം ദൈവകാരുണ്യത്തെ പകർന്നു കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ രീതിയിലേക്ക് വളരാനും അതിൻ്റെ മാധ്യമങ്ങളായി മാറാനും ഈശോ ക്രിസ്തു ശിഷ്യരെ ക്ഷണിക്കുന്നു. ഈ സമീപനം വ്യക്തമാക്കാൻ പാപ്പ പറയുന്നൊരു കഥയുണ്ട്. അദ്ദേഹം ഒരു നോവലിൽ നിന്നും എടുത്തു പറയുന്നതാ. ഓരോ മനുഷ്യനും ഒരു പെനി എന്ന നോവലിലെ ഒരു സന്ദർഭമാണ്. അതായത് മിലിറ്ററി വൈദികനായിരുന്ന ഗാസ്റ്റൻ അച്ഛൻ്റെ കഥയായിരുന്നു അത്. ഒരു പട്ടാളക്കാരൻ, ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പിറ്റേ ദിവസം അദ്ദേഹത്തെ കൊല്ലാൻ പോവുക. തലേ ദിവസം ഇവനെ ഒന്ന് കുമ്പസാരിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് ഈ ഗാസ്റ്റൻ അച്ഛൻ ആഗ്രഹം. അവനെ കുമ്പസാരത്തിനായിട്ട് വിളിച്ചു. അവനോട് പാപങ്ങൾ ഓർത്ത് മനസ്തപിക്കാൻ പറഞ്ഞു. പാപങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അവന് വലിയ പാപങ്ങളൊന്നുമില്ലെന്ന് അവൻ പറയുന്നത്. ഗാസ്റ്റനച്ചൻ പിന്നെ എണ്ണി സാധാരണ രീതിയിൽ പട്ടാളക്കാർ ചെയ്തു പോകാവുന്ന പാപങ്ങൾ, അതായത് വ്യഭിചാരത്തിൻ്റെ പാപങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, വ്യഭിചാരമൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട് മറ്റു സ്ത്രീകളുമായിട്ട്. അപ്പോൾ ഇദ്ദേഹം വീണ്ടും ചോദിച്ചു, അതിനെക്കുറിച്ച് നിനക്ക് മനസ്താപമുണ്ടോ? അപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്കതിനെക്കുറിച്ചൊന്നും മനസ്താപമില്ല. കാരണം അത് ചെയ്തപ്പോഴൊക്കെ എനിക്ക് സന്തോഷമായിരുന്നു. ഇനി അവസരം കിട്ടിയാൽ അത് ചെയ്യും. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി. മരണത്തിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്ന ചെറുപ്പക്കാരനാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന താല്പര്യത്തോടെ ഗാസ്റ്റനച്ചൻ ആലോചിച്ചു. അല്പം കഴിഞ്ഞപ്പം വീണ്ടും അദ്ദേഹം ചോദിച്ചു, എങ്കിൽ നിനക്ക് മനസ്താപം വരുന്നില്ല എന്നതിനെ ഓർത്ത് നിനക്ക് മനസ്താപമുണ്ടോ? ചെറിയൊരു മൗനത്തിന് ശേഷം ആ ചെറുപ്പക്കാരൻ തലയാട്ടി. അതോടെ ഗാസ്റ്റനച്ചൻ അയാൾക്ക് പാപമോചനം നൽകുകയും ചെയ്തു. ഗാസ്റ്റനച്ചൻ്റെ കുമ്പസാരം വിവരിച്ചിട്ട് പാപ്പ പറഞ്ഞു, അടഞ്ഞു കിടക്കുന്ന വാതിലിൽ ചെറിയ ഒരു വിടവുണ്ടായാൽ മതി, അതിലൂടെ തമ്പുരാൻ അകത്ത് പ്രവേശിക്കും. അതാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ രീതി. ഇങ്ങനെ ദൈവകാരുണ്യം ഇത്രയും ഉദാരമാണെങ്കിൽ ചിലപ്പോഴൊക്കെ നിയമത്തെയും പാപത്തെയും മുറുകെ പിടിക്കുന്നവർക്ക് വരാവുന്ന സംശയമാ, ഇതൊക്കെ ഒരു ഉദാരത കൈവിട്ടു പോകുകയല്ലേ എന്നുള്ളത്. അതിനെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇടയ്ക്കിടെ ആവർത്തിക്കാറുണ്ടായിരുന്ന ഒരു സംഭവമുണ്ട്. ഫാദർ ലെയോപോൾദോ എന്ന് പറയുന്ന കുമ്പസാരക്കാരനെ. ഈ ലെയോപോൾദി അടുത്ത് കുമ്പസാരിച്ചിരുന്ന ഒരു വൈദികൻ പറഞ്ഞു, ഫാദർ, അങ്ങ് വളരെ ഉദാരമനസ്കനാണ്. അങ്ങയുടെ അടുത്ത് കുമ്പസാരിക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. പക്ഷേ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് അങ്ങയുടെ ഉദാരമനസ്കത അല്പം കൂടുതലാണെന്ന്. അപ്പോൾ ലെയോപോൾദോ അച്ഛൻ മറുപടി പറഞ്ഞു, എൻ്റെ മകനെ, ആരാണ് ഉദാരമനസ്കൻ? നമ്മുടെ കർത്താവാണ് ഏറ്റവും വലിയ ഉദാരമനസ്കൻ. നമ്മുടെ പാപങ്ങളെ പ്രതി മരിച്ചത് ഞാനല്ല, നമ്മുടെ കർത്താവാണ്. കുരിശിൽ പീഡാസഹനത്തിൻ്റെ നടുവിൽ ശത്രുക്കളോടുപോലും ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഞാനല്ല, കർത്താവാണ്. നല്ല കള്ളനോടുപോലും ഉദാരമനസ്കത കാണിച്ചവൻ കർത്താവാണ്. പാപം ചെയ്യുന്നവരോടുള്ള ഈശോയുടെ മനോഭാവം സ്വന്തമാക്കുക എന്നുള്ളതാണ് ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഫ്രാൻസിസ് പാപ്പായും ഈശോയിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുപോകാനാണ് പരിശ്രമിക്കുന്നത്. തെറ്റായ മനോഭാവത്തിലേക്ക് വീഴാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കത്തോലിക്കാ സഭയുടെ ആത്മീയ രംഗങ്ങൾ വിലയിരുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പാപികളോടും പാപത്തോടുമുള്ള സമീപനത്തിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ മനോഭാവമാണോ അതോ ഫരിസേയരുടെയും പഴയ നിയമത്തിൻ്റെയും മനോഭാവമാണോ? പഴയ നിയമത്തിൻ്റെയും ഫരിസേയരുടെയും മനോഭാവം പാപത്തെയും കുറ്റബോധത്തെയുമാണ് ശ്രദ്ധിക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത്, വളർത്തുന്നത്. എന്നാൽ ഈശോയുടെ മനോഭാവം എന്ന് പറയുന്നത് നിയമത്തെ അതിലംഘിക്കുന്ന കാരുണ്യം പ്രകടിപ്പിക്കുന്ന ഭാവമാണ്. ഈ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾ സ്വാംശീകരിക്കുകയും ക്രിസ്തുവിൻ്റെ കാരുണ്യം സ്വന്തമാക്കുകയും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും കാരുണ്യം
പകർന്നു കൊടുക്കുന്ന വ്യക്തികളാകുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ ഈശോയുടെ മനോഭാവത്തിലേക്ക് വളരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ, മാനുഷികമായിട്ട് നിയമത്തെയും പാപത്തെയും നിയമത്തിൻ്റെ വിഭാഗങ്ങളെയും ഉപവിഭാഗങ്ങളെയും അന്വേഷിച്ചിറങ്ങുന്നതാണ് രീതി. പക്ഷെ നീ പറയുന്നു, ആ ഫരിസേയ രീതിയല്ല നിൻ്റെ രീതി. നിയമത്തിനതീതമായിട്ട് അതിനെ അതിലംഘിക്കുന്ന കാരുണ്യം കാണിക്കുന്ന രീതി, അത് സ്വന്തമാക്കാൻ ഈശോയെ നീ എന്നോട് ആവശ്യപ്പെടുന്നു. നാഥ, അതിനുള്ള കഴിവെനിക്ക് നീ തരണമേ. നിൻ്റെ കാരുണ്യം അനുഭവിക്കുന്ന കാരുണ്യം മറ്റുള്ളവരോട് കാണിക്കാനുള്ള വലിയ കൃപ, പ്രത്യേകിച്ച് കാരുണ്യത്തിൻ്റെ കൂദാശ പരികർമ്മം ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ കാരുണ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ, ക്രിസ്തുവിൻ്റെ കാരുണ്യം അനുഭവിക്കുന്ന വ്യക്തികളായിട്ട് ഞങ്ങളും മറ്റുള്ളവരും രൂപാന്തരപ്പെടാനുള്ള വലിയ കൃപയും അനുഗ്രഹവും കഴിവും ഞങ്ങൾക്ക് തരണമേ. ആമേൻ.